തമിഴ്നാടിനെ നടുക്കിയ പൊള്ളാച്ചി പീഡന പരമ്പര കേസ് വൻ രാഷ്ട്രീയ വിവാദമായി ആളിപ്പടരുന്നു. 100ഓളം സ്ത്രീകളെ വലയിലാക്കി പീഡിപ്പിച്ച പ്രതികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് തമിഴകത്തെ നേതാക്കളും സംഘടനകളും രംഗത്തെത്തി. കേസ് സിബിഐക്ക് വിട്ട് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. സാമൂഹിക മാധ്യമങ്ങൾ വഴി സ്ത്രീകളെ വലയിലാക്കി പീഡിപ്പിച്ച സംഘത്തിന്റെ തലവൻ അണ്ണാ DMKയുടെ പ്രാദേശിക നേതാവാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി DMK ആരോപിക്കുന്നു. പ്രതിഷേധ ധർണ നടത്തിയ കനിമൊഴി ഉൾപ്പെടെ 300 DMK പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. இத்தனை பெண்கள் பாதிக்கக்கூடிய அளவிற்கு இது ஒரு பெரிய நெட்வொர்க்கே செயல்பட்டிருக்கிறது. അറസ്റ്റിലായ 4 ചെറുപ്പക്കാരുടെ മൊബൈലുകളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് 40ഓളം സ്ത്രീകളെ പീഡിപ്പിച്ച നടുക്കുന്ന ദൃശ്യങ്ങളാണ്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സൗഹൃദം സ്ഥാപിച്ചാണ് സംഘം പെൺകുട്ടികളെ വലയിലാക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാൻ കേസ് CBIക്ക് കൈമാറിയിരിക്കുകയാണ് സർക്കാർ. 7 വർഷത്തിനിടെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ കുടുങ്ങിയവരിൽ വിദ്യാർത്ഥിനികൾ, അധ്യാപികമാർ തുടങ്ങി ഡോക്ടർമാർ വരെ ഉൾപ്പെടുന്നു. കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെങ്ങും പ്രകടനങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, News 18.